ചെറിയ പെരുന്നാൾ സന്ദേശത്തിൽ വിവാദ സിനിമ ദ കേരള സ്റ്റോറിയുടെ പ്രദർശനത്തെ വിമർശിച്ച് ഇസ്ലാം മത പണ്ഡിതർ. കള്ളം പ്രചരിപ്പിക്കുന്നവരുടെ ഉപകരണമായി മാറരുതെന്ന് പാളയം ഇമാം VP സുഹൈബ് മൗലവി പറഞ്ഞു. സിനിമ പ്രദർശിപ്പിച്ചാൽ തകരുന്നതല്ല കേരളത്തിലെ മതേതരത്വമെന്ന് KNM ഉപാധ്യക്ഷൻ ഹുസൈൻ മടവൂരും വ്യക്തമാക്കി. തലശ്ശേരി അതിരൂപത നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് KCYM സിനിമ പ്രദർശിപ്പിച്ചു. വിവാദ സിനിമ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച സഭാ നിലപാടിനെ വിമർശിച്ച് പാളയം ഇമാം ഇത്തരം സിനിമകൾ പ്രചരിപ്പിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നാം കള്ളം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കയ്യിലെ ടൂളായി മാറാൻ പാടില്ല. നമുക്കിടയിൽ ഹെയ്റ്റ് പരത്തുന്ന ഒരാവിഷ്കാരവും കലയല്ല, അകറ്റുന്നതാവരുത് കല. കേരള സ്റ്റോറി ജനം അംഗീകരിക്കില്ലെന്ന് KNM ഉപാധ്യക്ഷൻ ഹുസൈൻ മടവൂർ. ഈ സൗഹാർദ്ദം തകർക്കുന്ന വിധത്തിൽ കേരള ഹിസ്റ്ററി സിനിമയുണ്ടാക്കി പ്രദർശിപ്പിച്ചത് കാര്യമില്ല, ജനങ്ങൾ അംഗീകരിക്കില്ല. നമ്മൾ ദുഃഖത്തിലും സന്തോഷത്തിലും നമ്മൾ ഒന്നാണ്. കേരളത്തിന്റെ ഹിസ്റ്ററി അതാണ്, റിയൽ ഹിസ്റ്ററി. ദർ ഈസ് ലവ്. അതേസമയം തലശ്ശേരി അതിരൂപതയുടെ വിലക്ക് മറികടന്ന് വിവാദ സിനിമ കേരള സ്റ്റോറി KCYM പ്രദർശിപ്പിച്ചു. കണ്ണൂർ ചെമ്പന്തൊട്ടിയിലെ സെന്റ് ജോർജ് പള്ളി പാരീഷ് ഹാളിൽ ഇന്നലെ രാത്രി 8-നായിരുന്നു പ്രദർശനം. സ്വതന്ത്ര സംഘടന എന്ന നിലയിലാണ് ചിത്രം പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് KCYM ഭാരവാഹികൾ പ്രതികരിച്ചു. സിനിമയുടെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കാനില്ലെന്നും തിരഞ്ഞെടുപ്പ് കാലത്ത് വിവാദത്തിനില്ലെന്നുമായിരുന്നു അതിരൂപതയുടെ നിലപാട്. സിനിമ പ്രദർശിപ്പിച്ചതിൽ ഇടുക്കി രൂപതയെ പിന്തുണച്ച് BJP മുഖപത്രം രംഗത്തു വന്നു. കേരള സ്റ്റോറിയെ എതിർക്കുന്നവർ ലവ് ജിഹാദിനെ നിഷേധിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് ലേഖനത്തിലെ ചോദ്യം. പ്രതിപക്ഷ നേതാവ് VD സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനും സിനിമയെ എതിർക്കുന്നത് തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനാണെന്നാണ് ലേഖനത്തിലെ ഉള്ളടക്കം. 24 കണ്ണൂർ.